നിലമ്പൂരിൽ നമ്മുടെ പാർട്ടി ഇത്തരമൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യം പ്രാദേശികമായ ചില വിഷയങ്ങളാൽ കുറേ കൂടി വ്യത്യസ്തവും തീവ്രവും ആയിരിക്കുകയാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തും വ്യത്യസ്തതയുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, നമ്മുടെ നാട് എല്ലാ കാലത്തും അതിസാധാരണക്കാരനായ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആഴത്തിൽ വേരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനതാല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല നിലയിൽ നടത്തിപ്പോരുന്ന ഒരു സ്ഥലമാണ്. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ നടക്കേണ്ടായി. സോവിയറ്റ് യൂണിയന് തിരിച്ചടിയേറ്റു, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളില്ലാതായി. പക്ഷേ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായിട്ടില്ല. പാവപ്പെട്ട മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൊടിക്കീഴിൽ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെയായി തൊഴിലാളി വർഗ താല്പര്യത്തെ സംരക്ഷിക്കുക തന്നെയാണ്. സാമ്രാജ്യത്വവും പ്രമാണിവർഗവും ഉയർത്തുന്ന വെല്ലുവിളിയുടെ മുന്നിൽ കീഴടങ്ങിക്കൊണ്ടല്ല, അതിനെ മുറിച്ചു കടക്കാനുള്ള കരുത്താർജിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് തൊഴിലാളികളും കൃഷിക്കാരും പണിയെടുക്കുന്ന മനുഷ്യരും പങ്കാളികളാവുന്നത്. ആ വലിയ പോരാട്ട ഭൂമികയിലേക്ക് നോക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു നാടിൻ്റെ പേരാണ് കേരളം. ഇപ്പോഴും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഒരിടതുപക്ഷ ഗവൺമെൻറ് ഭൂമുഖത്തുള്ള ഒരു സ്ഥലമാണ് കേരള സംസ്ഥാനം. അതൊരു ചെറിയ നേട്ടമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാവുക എന്നത് ആദ്യത്തെ സംഭവമല്ല.